ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് പേപ്പർ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ GK റിലേറ്റഡ് ആയിട്ട് ജനറൽ സയൻസിൽ നിന്നും ഒവിപോറസ്, വിവിപോറസ്, ഒവോ വിവിപോറസ്, ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ് എന്നീ ടേമുകളുടെ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കാനായിട്ട് നോക്കുന്നത്. കാരണം ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും സെറ്റിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പം കൃത്യമായിട്ട്, അതായത് നിങ്ങൾക്ക് അടുത്ത തവണത്തെ സെറ്റ് എക്സാം പാസ്സാവണം എന്നാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്ന ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ലൈവ് സെഷനിലൂടെ നിങ്ങൾ ക്ലിയർ ആയിട്ടും അല്ലെങ്കിൽ 100% നിങ്ങൾ സെറ്റ് പാസ്സായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയേറെ കൃത്യതയോടുകൂടി നമ്മൾ PPT യൂസ് ചെയ്ത് രാവിലെ മോർണിംഗ് 4:30 to 6:30 വരെ ആണ് ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ആ PPTയിൽ പോയിൻറ്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ആ ഒരു ലൈവ് സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 12 വരുന്ന ലൈവ് സെഷനിലൂടെ നമ്മൾ എക്സാമിന് പാസ്സാവാൻ നമുക്ക് നല്ലൊരു ശതമാനം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം വളരെ കൃത്യതയോടുകൂടി പഠിച്ച് നിങ്ങൾക്ക് വലിയ ഒരു എഫേർട്ടൊന്നും കൂടാതെ, നമുക്കറിയാം നമുക്ക് സമയം ഇപ്പം നമ്മൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബിസി ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം നമുക്ക് അധികം സമയമൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് ആ കുറഞ്ഞ സമയത്തുള്ളിൽ സെറ്റ് എന്ന് പറയുന്ന കാര്യം പാസ്സായി കിട്ടാൻ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ജൂണിലും അതുപോലെ തന്നെ ജൂലൈയിലും 2 സെക്ഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ. ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ഇത് പ്രീവിയസിൽ വന്നൊരു ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദോസ് ആനിമൽസ് കോൾഡ് വിച്ച് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? ഒപ്നിവോറസ്, ഹെർബിവോറസ്, കാർണിവോറസ്, ഡീകമ്പോസേഴ്സ്. ഇതിൽ ഏതാണ്? നമുക്ക് ആൻസറിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്ക് ടോപ്പിക് ഒന്ന് കണ്ടിട്ട് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേമുകൾ എന്ന് പറയുന്നത് ഒവിപോറസ്, വിവിപോറസ്, ഒവോവിപോറസ്, ഹെർബിവോറസ്, കാർണിവോസ്, ഒംനിവോസ്. ഈ പറയുന്ന 6 ടേമുകളാണ്. ഇതിനെ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒവിപോറസും വിവിപോറസും എന്താണെന്ന് നോക്കാം. ഒവിപോറസ് എന്നാൽ O ആണല്ലോ. അപ്പോൾ O എന്ന് പറയുന്ന ഓവൽ ഷേപ്പ് ഓർക്കുക. എഗ്ഗ് ലേ ചെയ്യുന്ന ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആണ് ഒവിപോറസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പം എല്ലാ ബേർഡ്സും, അപ്പോൾ നമ്മുടെ എക്സെപ്റ്റ് പാറ്റ്, നമ്മുടെ പാറ്റ് അല്ലെങ്കിൽ വവ്വാൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് എങ്ങനെയാണ്? മുട്ടയിട്ട് അത് വിരിഞ്ഞാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്, അല്ലേ? അപ്പോൾ എല്ലാ ബേർഡ്സും ഏതിൽ വരും? ഒവിപോറസ് എന്ന കാറ്റഗറിയിൽ വരും. ഇപ്പം ക്രോ ആണെങ്കിൽ പാരറ്റ്, ഈഗിൾ, സ്വാൻ, ഡക്ക്, പെൻഗ്വിൻ, ഇപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവരെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഒവിപോറസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി കുറച്ച് ആംബിവിയൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഫ്രോഗ്, സ്നേക്ക്, ടേർട്ടിൽ, ലിസാർഡ്, ക്രൊക്കഡൈൽ, ഇതൊക്കെ ശരിക്കും പറയുന്ന ഒവിപോറസ് കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ സ്നേക്ക്, എല്ലാ സ്നേക്കും അല്ല. ഇതിന് എക്സെപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഏതാണ് നമ്മൾ ലാസ്റ്റത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഓർത്ത് വെക്കുക, എഗ്ഗ് ലേ ചെയ്യുന്ന എല്ലാം ഇതിനകത്താണ് വരുന്നത് ഒവിപോറസ്. അങ്ങനെയാണെങ്കിൽ വിവിപോറസ് എന്താണ്? കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച് ജന്മം നൽകുന്ന ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ്, അതിനെയാണ് നമ്മൾ ഈ പറയുന്ന വിവിപോറസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എടുക്കുന്നത്. പുറത്ത് വെക്കാം. വിവിപോറസ് എന്താണ്? വിവിപോറസ് ആർ ദോസ് ആനിമൽസ് ഹു ഗീവ് ബർത്ത് ടു യങ് വൺസ് എന്നാണ്. പ്രസവിച്ച് ജന്മം നൽകുന്ന അതിനെയാണ് നമ്മൾ വിവിപോറസ് എന്ന് വിളിക്കും. ഇപ്പോൾ കൗ, ബഫല്ലോ, ടൈഗർ, എലിഫൻറ്റ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ഗീവ് ബർത്ത്, നമ്മുടെ ഡോഗ്, ഇതൊക്കെ ഇതിനകത്ത് എക്സാമ്പിളായിട്ട് ഓർത്ത് വെക്കാം. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഒവോ വിവിപോറസ്. ഒവോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒവിപോറസ് നമ്മൾ പറഞ്ഞു മുട്ടയിടുന്ന ആനിമലാണ്. ഇനി വിവി എന്തായിരുന്നു? കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന, ഗീവ് ബർത്ത് ആണല്ലേ. അപ്പോൾ ഒവോ വിവി എന്നാണ്, രണ്ടും ഉണ്ട്. ദേ ലെഗ് എഗ് ആൻഡ് ഡെവലപ്പ് ദം ഇൻസൈഡ് ദ മദേഴ്സ് ബോഡി. അവർ മുട്ടയിടുന്നുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങൾ വളരുന്നത് അമ്മയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ്. മുട്ടകൾ അമ്മയുടെ ശരീരത്തിനുള്ളിൽ വിരിയുകയും ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ ആ മുട്ടയ്ക്കുള്ളിലെ നമ്മളുടെ ആ ഒരു യെല്ലോ ഫ്ലൂയിഡൊക്കെ ഉണ്ടല്ലോ, ആ യോക്ക്, നമ്മുടെ മഞ്ഞക്കുരു എന്നൊക്കെ പറയുന്നത് യോക്കും മറ്റു ഫ്ലൂയിഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കുഞ്ഞു വളരുന്നത്. അതായത് ഒരു പുക്കൾപ്പടി ബന്ധമൊന്നുമല്ല, അതായത് പ്ലാസൻ്റെ ഒന്നും ഇവിടെയില്ല. ജസ്റ്റ് ആ ഒരു എഗ്ഗ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എഗ്ഗിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു? ആ കുഞ്ഞ് അത് പുറത്ത് വരുന്നിടം വരെ വളരുന്നു. അതാണ് ഒവോ വിവിപോറസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടുത്തെ എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ സ്നേക്കൊക്കെ നമ്മൾ പറഞ്ഞു ഒവിപോറസിനകത്ത് വരുന്നത്. പക്ഷേ ചില സ്നേക്കുകൾ, സം സ്നേക്സ് എന്ന് പറയുന്നത് ഈ ഒവോ വിവിപോറസിന് എക്സാമ്പിളാണ്. മുട്ട ഉള്ളിൽ തന്നെ വെച്ച് വിരിഞ്ഞ് പുറത്ത് വരുന്ന രീതികളിലുള്ള സ്നേക്കുകളുണ്ട്. അപ്പോൾ അതിന് ശരിക്കും അത് പുറത്ത് വരുന്ന സ്നേക്കിനെ സംബന്ധിച്ചോളം ഇപ്പോൾ വിവിപോറസിൽ വരുന്നത് പോലെ കുഞ്ഞിനെ അമ്മ പാലൂട്ടി വളർത്തുമൊന്നും വേണ്ട. ആ ഒരു അമ്മയെപ്പോലെ തന്നെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പം അമ്മയുടെ വിഷം തന്നെ ഉള്ളതായിരിക്കും ആ കുഞ്ഞിനും, ആ കുഞ്ഞ് സ്നേഹിക്കിനും അത്രയും പവർഫുള്ളാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ മാത്രം അത് അതിന് പറ്റും. ദെൻ അതുപോലെ തന്നെ സ്പൈനി ആൻഡ് ഈറ്റർ, ഡക്ക് ബിൽ, ദെൻ നമ്മുടെ ഫിഷസിൻ്റെ അകത്ത് ഇപ്പോൾ ഗപ്പി, ടൈഗർ, ഷാർക്ക്, ഇതൊക്കെ ശരിക്കും ഈ പറയുന്ന ഒവോ വിവിപോറസിന് എക്സാമ്പിളാണ്. നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ കണ്ടു: ഒവിപോറസ്, വിവിപോറസ് ആൻഡ് ഒവോ വിവിപോറസ്. ഒവിപോറസ് എഗ്ഗ് ലേ ചെയ്യുന്നു, വിവിപോറസ് ഗീവ് ബർത്ത്. ദെൻ അതുപോലെ തന്നെ ഒവോ വിവിപോറസ് ആണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു? ദേ ലേക്ക് എഗ് ആൻഡ് ഡെവലപ്പ് ദം ഇൻസൈഡ് മദേഴ്സ് ബോഡി. ഇനി നമ്മുടെ അവരുടെ ഫുഡിൻ്റെ ബേസിൽ, ആനിമൽസിനെ സംബന്ധിച്ച് അവരുടെ ഫുഡിൻ്റെ ബേസിലുള്ള 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത് ഹെർബിവോറസ്, കാർണിവോറസ് ആൻഡ് ഒംനിവോറസ്. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് ദാറ്റ് ഈറ്റ് പ്ലാന്റ്സ്.
പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ആനിമൽസിനെ നമ്മൾ ഹെർബിവോറസ് എന്ന് പറയും. ഹെർബ് അല്ലേ, ഹെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് ശരിക്കും പച്ചിലകൾ, സസ്യങ്ങൾ എന്ന് പറഞ്ഞ കാറ്റഗറികൾ വരുന്നത്. അപ്പോൾ ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാന്റ്സ് കഴിക്കുന്ന ആനിമൽസ് ആണ്. ഇനി കാർണിവോറസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എ കാർണിവോർ ഈറ്റ്സ് ആനിമൽസ് എന്നാണ്. ആനിമൽസ് ദറ്റ് ഈറ്റ് മീറ്റ് ഭക്ഷണമാക്കുന്ന ആനിമൽസിനെയാണ് നമ്മൾ കാർണിവോർ എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ലയൺ, ടൈഗർ ഇതൊക്കെ നമ്മുടെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ ഒമ്നിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടും ആനിമൽസ് ദറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്, ഇറച്ചിയും കഴിക്കും പ്ലാന്റ്സും കഴിക്കും. ഇത് രണ്ടും കൂടെ കഴിക്കുന്നതാണെങ്കിൽ ഒമ്നിവോറസ് ആണ്. അപ്പോൾ നമ്മൾ അല്ലേ ഒമ്നിവോറസിൽ വരുന്നതാണ് നമ്മൾ ബെയർ, റാറ്റ്, പിഗ് ഇതൊക്കെ അതിൻ്റെ അകത്ത് വരുന്ന കാറ്റഗറിയിൽ വരുന്ന ആനിമൽസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. നമ്മൾ ആദ്യം കണ്ടൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, അത് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. വാട്ട് ആർ ദോസ് ആനിമൽസ് കോൾഡ് വിച്ച് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? പ്ലാന്റ്സും ആനിമൽസും കഴിക്കുന്ന ആനിമൽസിന് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഏതാണ്? ഒമ്നിവോറസ് എന്ന് പറയുന്നതാണ് ഒമ്നിവോറസ്.